എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നാളെ നമ്മൾ വീണ്ടും മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു. അതായത് പോസിറ്റീവ് ന്യൂസിനേക്കാളും കൂടുതലും നെഗറ്റീവ് ന്യൂസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ച് നമുക്ക് വ്യാഴാഴ്ച നഷ്ടമില്ല, പക്ഷേ നമുക്ക് വ്യാഴാഴ്ച പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും മര്യാദ പ്രോഫിറ്റ് ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്, നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ ഫോറക്സ് ട്രേഡിംഗ്, അതേപോലെ കമ്മോഡിറ്റി, അതേപോലെ ഓപ്ഷൻ ട്രേഡിംഗ് തുടങ്ങിയ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ട്രേഡ് ചെയ്യാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും 2 പോസിറ്റീവ് ന്യൂസുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നമ്മുടെ RBI വന്നിട്ട് അവരുടെ ഡിവിഡൻഡ് ഇന്ത്യ ഗവൺമെൻറ്റിന് 2.69 ലക്ഷം കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ മൺസൂൺ, അതായത് മൺസൂൺ എല്ലാ വർഷവും ജൂൺ സ്റ്റാർട്ടിങ്ങിലാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വരാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഒരാഴ്ച മുന്നേ തന്നെ മൺസൂൺ, അതായത് കാലവർഷം തുടങ്ങി. നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തന്നെ കാർഷിക വിളകളാണ്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലകൾക്ക് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്ന തരത്തിൽ മൺസൂൺ നേരത്തെ തന്നെ വന്നു എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവ് ന്യൂസാണ്. ഈ 2 പോസിറ്റീവ് ന്യൂസുകൾ മാത്രമേ നമുക്ക് കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലും ഇമ്പാക്റ്റ് ചെയ്യാനുള്ളതുള്ളൂ. എന്നാൽ നെഗറ്റീവ് ന്യൂസുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രൂപ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് നെഗറ്റീവ് ന്യൂസാണെങ്കിലും അത് കയറിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. അതായത് റീസെൻ്റ്ലി കഴിഞ്ഞ വെള്ളിയാഴ്ച 85 രൂപയിൽ നിന്ന് 86 പോയിട്ടുണ്ട്. അതൊരു ബാഡ് ന്യൂസ് തന്നെയാണ്. രണ്ടാമത്തത് FIs അവരുടെ ആക്ടിവിറ്റി സെല്ലിങ്ങിലേക്ക് വീണ്ടും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം അവർ സെൽ ചെയ്തതിൻ്റെ കണക്കുകൾ നമുക്ക് പിന്നീട് പറയാം. പിന്നീട് നമ്മുടെ ട്രംപ് എന്ത് പറഞ്ഞാലും അത് മാർക്കറ്റിനെ ബാധിക്കും എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോളോ കമ്പനിയോട് നിങ്ങൾ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏത് രാജ്യത്ത് നിങ്ങൾ മാനുഫാക്ചറിങ് ചെയ്താലും അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് 25% താരിഫ് ഈടാക്കും എന്നുള്ളതാണ്. അത് നിലവിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സാംസങ്ങിനോടും അത്തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ 50% താരിഫാണ് ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നത്. സോ ജൂൺ 1 മുതൽ അത് പ്രാബല്യത്തിൽ വരും. അത് ഒരു മേജർ നെഗറ്റീവ് ന്യൂസാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, US ബോണ്ടുകളെല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. 30 years yield വന്നിട്ട് 5.5 ആയിരിക്കുന്നു. അതുപോലെ 10 years yield വന്നിട്ട് 4.65 ആയിരിക്കുന്നു. അതേപോലെ 2 years എല്ലാം തന്നെ ഇൻക്രീസ് ആയിരിക്കുന്നു. ഇതൊരു ട്രേഡിംഗ് വാർ വീണ്ടും വരും എന്നുള്ള ഒരു സൂചനയാണെന്ന് തോന്നുന്നു. FIs വന്നിട്ട് 11,600 കോടി രൂപയുടെ സെല്ലിങ്ങാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയിരിക്കുന്നത്. അതിന് വിപരീതമായിട്ട് DIs വന്നിട്ട് 11,200 കോടി രൂപയുടെ ബയ്യിങ്ങും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ച FIsൻ്റെയും DIsൻ്റെയൊക്കെ ആക്ടിവിറ്റീസ്. വെള്ളിയാഴ്ച ഒരു ശക്തമായ ഒരു കുതിപ്പാണ് മാർക്കറ്റ് നടത്തിയത്. അത് നമ്മളൊക്കെ കണ്ടതാണ്. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 1% പോസിറ്റീവിലാണ് മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ഡാറ്റ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നിഫ്റ്റി 50യും അതുപോലെ സെൻസെക്സും 1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ മൊത്തത്തിലുള്ള ഡാറ്റയാണത്. ഇപ്പോൾ നിഫ്റ്റി 24,800 എന്നുള്ള മെയിൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 25,000 ലെവലായിരിക്കും. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,500 ലെവലാണ്. ഓക്കെ, 25,000 ബ്രേക്ക് ചെയ്താൽ 25,200 25,300 എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് പോകാം. ഓക്കെ, അതേസമയം 24,500 താഴേക്ക് വീണാൽ കൂടുതൽ സെല്ലിങ്ങിനും അതുപോലെ ഇടിവിനൊക്കെ സാധ്യതയുണ്ട്.
24,000 വന്ന് ബ്രേക്ക് ചെയ്യാതെ മേലെ പോയാൽ, ഇപ്പോൾ റെസിസ്റ്റൻസ് 25,000 25,000 മേലെ സസ്റ്റെയിൻ ആയാൽ 25,200 എന്നതൊരു വെരി വെരി ഇമ്പോർട്ടൻ്റ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ 25,200 ബ്രേക്ക് ചെയ്താൽ മന്ത്ലി RSI ബ്രേക്ക് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ബട്ട് 25,200 എന്നത് ഒരു മാജിക് ക്രിട്ടിക്കൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. സോ ഈ ആഴ്ച 24,400 നിന്ന് 25,200 വരെ ഒരു ട്രാവലിംഗ് നടന്നുകൊണ്ടിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ട്രേഡർമാർക്ക് ഒരു വയലൻ്റ് മൂവ്മെൻറ്റ് എവരിഡേ എല്ലാ ദിവസവും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിഫ്റ്റിയിൽ ഒരു ദിവസം മിനിമം 300 മുതൽ 700 വരെ പോയിൻറ്റുകളാണ് സ്വിംഗ് ആയിട്ട് ലഭിക്കുന്നത്. സംടൈംസ് എക്സ്പയറി ഡേയിൽ നല്ലപോലെ നമുക്ക് സ്വിംഗ് കിട്ടാറുണ്ട്. എന്നാൽ ഒരു കാര്യം, ഈ ആഴ്ച അതായത് വരുന്ന നാളെ മുതൽക്കുള്ള ദിവസങ്ങൾ മന്ത്ലി എക്സ്പയറിയാണ്. ഇത് വന്ന് 5th മന്താണ് അല്ലേ, 1st ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇത് വന്നിട്ട് 5th മന്ത്. ഓക്കെ, കഴിഞ്ഞ ലാസ്റ്റ് 4 മാസവും മന്ത്ലി എക്സ്പയറിയിൽ നമുക്ക് മനസ്സിലാവും നിഫ്റ്റി ഒരു വലിയ വയലൻ്റ് മൂവ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. നമ്മളൊക്കെ വെറുതെ ഇരിക്കായിരുന്നു, ജസ്റ്റ് ഒരു റേഞ്ചിൽ ഇങ്ങനെ ക്ലോസ് ആയി. ഓക്കെ, മെയ് എക്സ്പയറി എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായിരുന്നാലും വ്യാഴാഴ്ച നോക്കണം. എന്നാൽ ലാസ്റ്റ് 4 മന്ത് എക്സ്പയറിയും ഒരു ചെറിയ റേഞ്ചിലാണ്, ഒരു റേഞ്ച് ബോണ്ട് മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. അതേസമയം വീക്കിലി എക്സ്പയറി നമുക്ക് അത്യാവശ്യം വയലൻ്റ് മൂവ്മെൻറ്റുകൾ കിട്ടാറുണ്ട്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. പക്ഷേ നമുക്ക് അത് അന്ന് പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു വയലൻ്റ് മൂവ്മെൻ്റ് ആണെങ്കിൽ കൂടി തന്നെ ഒരു കാര്യമായിട്ടുള്ള, അതായത് പെട്ടെന്നുള്ള ഒരു സഡൻ മൂവിങ് ആൻഡ് സഡൻ അപ്പ് ആൻഡ് ഡൗൺ മൂവിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രം നമുക്ക്, കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച മാത്രം നമുക്ക് സ്ലൈറ്റ്ലി ഒരു ഇതില്ല, ലോസില്ല. നമ്മൾ സാധാരണ, അതായത് അവസാനത്തെ ഒരു ട്രേഡോട് കൂടിയിട്ട് നമ്മൾ ഈക്വൽ ആക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സുകൾ നോക്കുകയാണെങ്കിൽ മൺഡേ, അതായത് നാളെ മെയ് 26 അല്ലേ, 2025, 12:10 AM, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈം 12:10 US ഫെഡ് ചെയർപേഴ്സൺ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് നമുക്ക് നാളെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, മറ്റന്നാൾ ട്യൂസ്ഡേ മെയ് 27 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് USA ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡർ ഡാറ്റ വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ ബുധനാഴ്ചയാണ്. ബുധനാഴ്ച മെയ് 28 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് ഇയർ ടു ഇയർ. ഓക്കെ, 3% നിലവിൽ ഫോക്കാസ്റ്റ്. 3% തന്നെ ആയിട്ട് നിലനിർത്താനാണ് പദ്ധതി. അന്ന് തന്നെ വൈകുന്നേരം, അതായത് ബുധനാഴ്ച രാത്രി 11:30 FOMC മിനിറ്റ്സ് നോട്ട് വരുന്നുണ്ട്. ഇനി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച മെയ് 29 രാത്രി 10:30 PM ജപ്പാൻ്റെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം 6 മണിക്ക് USA GDP ഗ്രോത്ത് റേറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 2.4. ഇനി വെള്ളിയാഴ്ച മെയ് 30 വൈകുന്നേരം 4 മണിക്ക് ഇന്ത്യയുടെ GDP ഇയർ ഓ ഇയർ 6.2% നിലവിൽ, 6.7% ഫോർകാസ്റ്റ്. വൈകുന്നേരം 6 മണിക്ക് USA കോർ PCE പേഴ്സണൽ ഇൻകം ആൻഡ് പേഴ്സണൽ സ്പെൻഡിങ് ഡാറ്റ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഇവൻറ്റ്സാണ്. പ്രത്യേകിച്ചും നാളെ രാവിലെ നമ്മൾ 12 മണിക്കല്ലേ പറയുന്നത്, രാവിലെ 12 മണിക്ക് ഈ ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. അത് നമുക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആകും, ശ്രദ്ധിക്കുക. നോക്കൂ, നമ്മൾ ചാർട്ടിലേക്ക് വരുമ്പോൾ ഇത് ഡെയിലി ചാർട്ടാണ് നിഫ്റ്റിയുടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് മിനിഞ്ഞാന്ന്, നിഫ്റ്റി ഒരു ഗ്രീൻ ഫുൾ ബോഡി അല്ല, ഒരു 90% ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,200 to 25,300 ആ റേഞ്ചിലാണ്. ഈ 25,200 എന്നുള്ളത് ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. എന്നാൽ 25,200 മേലെ പോവുകയാണെങ്കിൽ 25,300, 25,000 ഈ ഒരു റേഞ്ച് വരേക്കും നമുക്ക്
പ്രതീക്ഷിക്കാം. 25,450 ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് നിഫ്റ്റി വരുന്ന ആഴ്ച പ്രതീക്ഷിക്കാം. എന്നാൽ 24,500 എന്നുള്ളത് 24,500 അല്ലെങ്കിൽ 24,400 എന്നുള്ളതാണ് ഒരു സപ്പോർട്ട് സോണായിട്ട്, ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുക. 24,400നും താഴെ വീഴുകയാണെങ്കിൽ നെക്സ്റ്റ് 24,200 എന്നുള്ളൊരു സപ്പോർട്ട് സോണുണ്ട്. അതിനും താഴെ വരികയാണെങ്കിലൊക്കെയാണ് ഈ 24,000 ആ റേഞ്ചിലൊക്കെ ഇനി വരാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ നിഫ്റ്റി ഈ മെയ് മാസം ലാസ്റ്റ് ഈ 5th വീക്കോട് കൂടിയിട്ട് 25,500 ആ റേഞ്ചിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ വാച്ച് ചെയ്തിട്ടില്ല. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ റെസിസ്റ്റൻസ് ലെവലായിട്ട് 24,845 പറഞ്ഞിരുന്നത്. 24,845 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നമുക്ക് ഈ ഒരു ക്യാൻഡിൽ, അതായത് 10:45 ക്യാൻഡിലാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നീട് താഴത്തേക്ക് വരികയാണ് ചെയ്തത്. താഴത്തേക്ക് വന്നതുകൊണ്ട് തന്നെ, അതായത് നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലാണ് 12:15 മണിക്കുള്ളത്. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിടത്ത് നിന്നും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എന്തായിരുന്നാലും ട്രേഡർമാരെന്നുള്ള നിലയ്ക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കേവലം 30-35 പോയിൻറ്റിൻ്റെ റാലിയെ ലഭിച്ചിട്ടുള്ളൂ. ഒരുപക്ഷേ ഇതിന് ശേഷം അത് വെയിറ്റ് ചെയ്തവർക്ക് താഴത്തേക്ക് വന്നിട്ടുണ്ടാകാം. എന്നിരുന്നാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാനോ അല്ലെങ്കിൽ വലിയൊരു നഷ്ടം സംഭവിക്കാനോ സാധ്യതയില്ല. ജസ്റ്റ് അതായത് നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ തന്നെ തിരിച്ച് വന്നു എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും ട്രേഡിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യമായ പ്രോഫിറ്റ് വെള്ളിയാഴ്ച ലഭിച്ചിട്ടുണ്ടാവില്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജസ്റ്റ്, അതായത് നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ 55,340 എന്നുള്ളതാണ്. ജസ്റ്റ് ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഒരു സൈഡ് വേ ആയതുകൊണ്ട്, അതായത് ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്കും മേലേക്കും വന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് സെൻസെക്സിലും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നമുക്ക് വെള്ളിയാഴ്ച കാര്യമായ, അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് കാര്യമായ മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടാം. അതേപോലെ തന്നെ നിങ്ങൾ ഫോറക്സ് ട്രേഡിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളോടൊപ്പം കൂടാം. അതേപോലെ തന്നെ കമ്മോഡിറ്റി, അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് പോലുള്ള കമ്മോഡിറ്റി ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഞങ്ങളോടൊപ്പം കൂടാം. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജനറൽ ഗ്രൂപ്പിലാണ് ജോയിൻ്റ് ആവുക. അവിടെ നമ്മുടെ പേഴ്സണൽ ID ഉണ്ടാവും, അതിലേക്ക് ഒരു മെസ്സേജ് വിട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും. മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ഞങ്ങളുടെ സമയലഭ്യതയ്ക്കനുസരിച്ച് ഞങ്ങൾ റീപ്ലൈ നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം, അതായത് നാളെ തിങ്കളാഴ്ചയാണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു റേഞ്ച് വാച്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു റേഞ്ച് നമുക്ക് നോക്കാം. പക്ഷേ ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സെൻസെക്സിലാണ് ഇവിടെ റെസിസ്റ്റൻസ് സോൺ ആയതുകൊണ്ട് 150 പോയിൻറ്റിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് നോക്കാം. 81,900 എന്നുള്ള ആ ഒരു റേഞ്ച് നമുക്ക് റെസിസ്റ്റൻസ് ലെവലായിട്ട് വാച്ച് ചെയ്യാം സെൻസെക്സിൽ. അതേപോലെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിലാണ് കുറച്ചുകൂടെ ഒരു നല്ല ക്ലാരിറ്റി തോന്നുന്നു. 81,350. ഓക്കെ, സെൻസെക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ, ബാങ്ക് നിഫ്റ്റി നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണിൽ കുറച്ച് മേലേക്ക് കയറ്റി 55,490 ആ റേഞ്ചിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാം. നോക്കൂ, ഈ ഒരു റേഞ്ച്, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ട്രേഡിംഗ് എടുത്തു പോകാം. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ച് സേഫായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 55,170. ഓക്കെ, ഇത് സപ്പോർട്ടായിട്ടും നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാം. അതേപോലെ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു
സോണാണ് നമുക്ക് കാണാനുള്ളത്. 24,950. പക്ഷേ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കില്ല. ഒരു 10, 25, 30 പോയിൻ്റൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ അതായത് 24,910 എന്നുള്ള ഒരു റേഞ്ച് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. 24,910 എപ്പോഴും ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 15 മിനിറ്റ് സ്കാനിൽ നിങ്ങൾ റീടെസ്റ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് നോക്കണം. ഒരുപക്ഷെ റീടെസ്റ്റ് നടത്താൻ വന്നിട്ട് അങ്ങനെ താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് കണ്ണും പൂട്ടി എടുക്കരുത് എന്ന് പറയുകയാണ്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് നമ്മളുമായിട്ട് സംസാരിച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ സപ്പോർട്ടായിട്ട് വെക്കാവുന്നതാണ്. പക്ഷേ അതിനുശേഷം ഒരു ചെറിയ മൊത്തത്തിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ഏരിയ മൊത്തത്തിൽ. അതായത് 24,800 താഴെയൊക്കെ ഫുള്ള് ഒരു പിന്നെ സേഫ്റ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. പക്ഷേ അപ്പോഴേക്കും നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡാവും. ഓക്കെ, അത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് തന്നെ നോക്കാവുന്നതാണ്. ഇതൊരു മേജർ സപ്പോർട്ട് തന്നെയാണ് 24,760. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്ത് നാളെ ഈ ഒരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടർ സോണുകൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഉടനെ, അതായത് നിങ്ങൾക്ക് ക്രോസ് ചെയ്ത ഉടനെ എടുക്കാം. ക്രോസ് ചെയ്ത ഉടനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 പോയിൻ്റൊക്കെ മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് പൊതുവേ. അതായത് ആ ഒരു ട്രാവലിംഗ്, അതായത് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫാസ്റ്റ്നെസ് പോലെ ഉണ്ടാവും. നമുക്കിപ്പോൾ ഒരു ട്രേഡിങ് ശൈലി കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ പെട്ടെന്ന് അതായത് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചാടി പോകുന്നത് കാണാം. അതെല്ലാം മെല്ലെ പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ചാടി, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ചാടി, അത്തരത്തിലുള്ളൊരു ശങ്കകളാണെങ്കിൽ ആ ശങ്കയിൽ നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അതേസമയം ചില സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ജമ്പായി പോകുന്ന സമയത്ത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ജമ്പാകുന്ന സമയത്ത് ഉടനെ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 പോയിൻറ്റിൻ്റെ റാലിയൊക്കെ കിട്ടും. ഓക്കെ, പക്ഷേ അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്യരുത്, കാരണം ഒരു റീടെസ്റ്റ് നിർബന്ധമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.